AMPയുടെ 14ാമത്തെ വോള്യൂം നമ്മൾ ഇറിഗേഷൻ മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറിഗേഷൻ ഏതെല്ലാം തരത്തിലുണ്ട്? നമ്മൾ ഇതിന് 2 ക്ലാസ് മുന്നേ പഠിച്ചു. പമ്പ്സ് ഫോർ ഇറിഗേഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഇറിഗേഷൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിരുന്നു അല്ലേ? അതൊന്നും നമുക്ക് ഓർത്തെടുക്കാം. എന്താണ് ഇറിഗേഷൻ? ഇറ്റ് ഈസ് ദ ആർട്ടിഫിഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ to soil to fulfill water requirement of crops for optimum growth and production. അപ്പം നമ്മുടെ സസ്യങ്ങളുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും കൂടുതൽ ഉൽപ്പാദനത്തിനും വേണ്ടിയിട്ട് അതിൻ്റെ വാട്ടർ റിക്വയർമെൻറ്റ്, അതിനാവശ്യമുള്ള വെള്ളം ആവശ്യമുള്ള അളവിൽ കൃത്യസമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പലതരം ഇറിഗേഷൻ മെത്തേഡ്സ് ഉണ്ട്. ആദ്യമായിട്ട് സർഫസ് ഇറിഗേഷൻ, അതായത് ഉപരിതലത്തിൽ ചെയ്യുന്ന ഇറിഗേഷൻ മെത്തേഡ്സ്. പിന്നെ സബ് സർഫസ് ഇറിഗേഷൻ, കുറേ താഴെ ആഴത്തിൽ ഫറോസ് എടുത്തിട്ട് സബ് സർഫസിൽ കൊടുക്കുന്ന ഇറിഗേഷൻ മെത്തേഡ്സ്. പിന്നെ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ. ഇത് 4 പ്രധാനമായിട്ടുള്ള ഇറിഗേഷൻ മെത്തേഡ്സ്. സർഫസ് ഇറിഗേഷൻ എന്താണ്? ഇറിഗേഷൻ വാട്ടർ ഈസ് അപ്ലൈഡ് ഡയറക്ട്ലി ടു ദ സോയിൽ സർഫസ് ഫ്രം എ ചാനൽ ലൊക്കേറ്റഡ് അറ്റ് ദ അപ്പർ റീച്ച് ഓഫ് ദ ഫീൽഡ്. അപ്പോൾ ഒരു ഫീൽഡിൻ്റെ, നമ്മൾ ക്രോപ്സ് നട്ടു വളർത്തുന്ന ഫീൽഡിൻ്റെ അപ്പർ എൻഡിൽ നമ്മൾ വെള്ളം സർഫസിലേക്ക് തുറന്നു വിടുക, സോയിൽ സർഫസിലേക്ക് തുറന്നു വിടുകയാണ് ഒരു ചാനലിൽ നിന്ന്. അത് അതിലേക്കുള്ള വെള്ളം നമ്മൾ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് വരുത്തുന്നതായിരിക്കാം. ഇപ്പോൾ കനാൽ ഇറിഗേഷൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുളത്തിൽ നിന്നോ അതിൽ നിന്നൊക്കെ പമ്പ് ചെയ്യണ വലിയ വെള്ളം ഒരു ചാനൽ അപ്പർ എൻഡിൽ നിന്ന് തുറന്നു വിട്ടിട്ട് ആ വെള്ളം നമ്മൾ താഴത്തേക്ക് അത് ഒഴുകി വരുന്ന വിധത്തിലാണ് ഇറിഗേഷൻ നടത്തണമെങ്കിൽ അപ്പോൾ സർഫസ് ഇറിഗേഷൻ. അത് 3 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ബോർഡർ ഇറിഗേഷൻ, ചെക്ക് ബേസിൻ ഇറിഗേഷൻ, ഫറോ ഇറിഗേഷൻ. ഇതൊക്കെയാണ് നമ്മൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതും ഇപ്പോഴും പല സ്ഥലത്തും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള രീതിയിലുള്ളതാണ്. നെൽപ്പാടങ്ങളിലൊക്കെ നമുക്കറിയാമല്ലേ, വലിയ വലിയ പാടശേഖരങ്ങളിൽ കനാൽ വെള്ളം വരുമ്പോഴാണ് ആ വെള്ളം തുറന്നു വിട്ടിട്ടാണ് ഒരു പാടം നിറഞ്ഞ് അത് കഴിയുമ്പോൾ അടുത്തേക്ക് അങ്ങനെ തുറന്നു വിട്ടിട്ടാണ് നമ്മൾ വെള്ളം ലാർജ് സ്കെയിലുള്ള ആപ്ലിക്കേഷന് ഇപ്പോഴും ഈ രീതിയിലുള്ള മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. ബോർഡർ ഇറിഗേഷൻ, ചെക്ക് ബേസിൻ ഇറിഗേഷൻ, ഫറോ ഇറിഗേഷൻ. അങ്ങനെ 3 തരത്തിലാണ് സർഫസ് ഇറിഗേഷൻ മെത്തേഡ്സ് ഉള്ളത്. ബോർഡർ ഇറിഗേഷൻ എന്താണെന്നാണ് നമ്മളിനി കാണുന്നത്. In this method, field is divided into a number of strips separated by low ridges. ഇപ്പോൾ ചെറിയ ചെറിയ വരമ്പുകൾ ഉപയോഗിച്ചിട്ട് ഓരോ കഷ്ണങ്ങളാക്കി തിരിക്കുകയാണ് ചെയ്യുന്നത്. വലിയ ഫീൽഡിനെ ചെറിയ ചെറിയ സ്ട്രിപ്പുകളാക്കിയിട്ട് തിരിക്കണം. അധികം ഉയരമില്ലാത്ത വരമ്പുകൾ വെച്ചിട്ടാണ് നമ്മളത് തിരിക്കുന്നത്. അപ്പോൾ വെള്ളം അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യണ വിധത്തിൽ ഒരു ഫീൽഡ് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത സ്ട്രിപ്പിലേക്ക് പോകും, പിന്നെ അടുത്ത സ്ട്രിപ്പിലേക്ക് അങ്ങനെയായിട്ടുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ വാട്ടർ ടേൺഡ് ഇൻ ടു ദ അപ്പർ എൻഡ് ഓഫ് ഈച്ച് സ്ട്രിപ്പ് ഫ്ലോസ് സ്ലോലി ടുവേർഡ്സ് ദ ലോവർ എൻഡ് ഇൻ എ തിൻ ഷീറ്റ് ഗൈഡഡ് ബൈ ദ റിഡ്ജസ്. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോഴത്തേനും അപ്പർ എൻഡിൽ എല്ലാ സ്ട്രിപ്പുകളിലേക്കും, ഓരോ സ്ട്രിപ്പുകളിലേക്കും തുറന്നു വിടാം വെള്ളം. എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ ഓരോ സ്ട്രിപ്പുകളിൽ കൂടെയും ഒഴുകി ലോവർ എൻഡിലേക്ക് ഒരു ചെറിയ ഷീറ്റ് പോലെ പരന്നൊഴുകി എത്തുന്നതാണ്. അപ്പോൾ ആ വെള്ളം കവിഞ്ഞു പോവാതെ ഗൈഡ് ചെയ്യാനായിട്ടാണ് റിഡ്ജസ് ഉള്ളത്, വരമ്പുകൾ നമ്മൾ വെച്ച് കൊടുത്തിട്ട്. ഇങ്ങനെയാണ് ബോർഡർ ഇറിഗേഷൻ ചെയ്യുന്നത്. ബോർഡർ സ്ട്രിപ്പ് ഹാസ് ജെൻറ്റിൽ സ്ലോപ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇറിഗേഷൻ. ഇപ്പോൾ അപ്പർ എൻഡ് തൊട്ടിട്ട് ലോവർ എൻഡ് വരെ ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളം തന്നെ ഒഴുകി താഴോട്ട് വന്നുകൊള്ളും. അതാണ് ബോർഡർ ഇറിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ബോർഡർ ഇറിഗേഷൻ എന്തൊക്കെയാണ്? ഈ മെത്തേഡിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ദിസ് മെത്തേഡ് ഈസ് എഫിഷ്യൻറ്റ്, റാപ്പിഡ് ആൻഡ് ഈസി. അപ്പോൾ അപ്പർ റീച്ചിൽ നമ്മൾ വെള്ളം തുറന്നു കൊടുത്താൽ മതി. അപ്പോൾ ഓരോ സ്ട്രിപ്പിൽ കൂടിയും താഴോട്ട് വന്നു കൊടുക്കും. അപ്പോൾ അത് എഫിഷ്യൻറ്റുമാണ്, റാപ്പിഡാണ്, ഈസിയാണ്. പെട്ടെന്ന് അത് എല്ലായിടത്തും വെള്ളം ഒരുപോലെ ഒഴുകിയെത്തിക്കൊള്ളും. Bridges can be constructed cheaply.
അപ്പോൾ ഫീൽഡിൽ ഈ റിഡ്ജസ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ. അപ്പോൾ എല്ലാ സ്ട്രിപ്പുകളിലേക്കും ഒരേ സമയം നമ്മൾ അപ്പർ റീച്ചിൽ നിന്ന് തുറന്ന് വിടുമ്പോൾ എല്ലാ സ്ട്രിപ്പുകളിലേക്കും ഒരേപോലെ വെള്ളം എത്തുന്നുണ്ട്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നടക്കണം. ഹൈ വാട്ടർ യൂസ് എഫിഷ്യൻസി. നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ എഫിഷ്യൻ്റായിട്ടുള്ള യൂസാണ് ഈ ബോർഡർ ഇറിഗേഷനിൽ മെത്തേഡിൽ നടക്കുന്നത്. സ്യൂട്ടബിൾ ഫോർ റോ ക്രോപ്സ്, ഓർച്ചാർഡ്സ് ആൻഡ് ക്ലോസ് ഗ്രോയിങ് ക്രോപ്സ്. ഇതിനെല്ലാം സഹായിക്കുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ഇറിഗേഷൻ മെത്തേഡാണ് ബോർഡർ ഇറിഗേഷൻ മെത്തേഡ്. മോർ പ്രിസൈസ് ലാൻഡ് ലെവലിംഗ് ഈസ് നീഡഡ്. ഒരു പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലാൻഡ് ലെവലിങ് പ്രിസൈസ് ആയിരിക്കണം. കൃത്യമായിട്ട് ലാൻഡ് ലെവലിങ് ഇല്ലെങ്കിൽ വെള്ളം സ്ട്രിപ്പുകളിൽ അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കിടക്കാനിടയാവും. അപ്പോൾ അത് വരാതെ ഒരു ജെൻറ്റിൽ സ്ലോപ്പ് താഴോട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഒഴുകി അപ്പർ റീച്ചിൽ നിന്ന് ലോവർ റീച്ച് വരെ എത്തിക്കോളും. എല്ലായിടത്തും യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ശരിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാൻഡ് ലെവലിങ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ ബോർഡർ ഇറിഗേഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബോർഡർ ഇറിഗേഷൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ലാർജ് സ്കെയിലിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണ പാഡിയൊക്കെ ചെയ്യണ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഒരു അപ്പർ റീച്ചിൽ ഒരു ചാനലിൽ നിന്നുള്ള വെള്ളം എല്ലാ സ്ട്രിപ്പുകളിലേക്കും ഒരേ സമയം നമുക്ക് തുറന്നു വിടാൻ പറ്റും. പെട്ടെന്ന് തന്നെ എല്ലാ സ്ട്രിപ്പുകളും അത് നിറഞ്ഞ് എത്തിക്കോളും. അടുത്തത് ബേസിൻ ഇറിഗേഷനാണ്. അതിലത്തെ ഒരു ചെക്ക് ബേസിൻ ഇറിഗേഷൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ആ ഒരു ട്രീയുടെ ചുറ്റുമായിട്ട് ഒരു ബേസിൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് റൗണ്ട് ബേസിനാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വെള്ളം കെട്ടി നിർത്തുന്ന ആ ഒരു രീതിയാണ് ചെക്ക് ബേസിൻ ഇറിഗേഷൻ. ദിസ് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് റണ്ണിങ് വാട്ടർ ഇൻ ടു റിലേറ്റീവ്ലി ലെവൽ പ്ലോട്ട്സ് സറൗണ്ടഡ് ബൈ സ്മോൾ റിഡ്ജസ്. അപ്പോൾ ചെറിയ വരമ്പ് വെച്ചിട്ട് തന്നെ ഒരു ലെവൽ പ്ലോട്ട്സിൽ നമ്മൾ ഒരു ബേസിൻ പോലെ വെള്ളം കെട്ടി നിർത്താണ്. അതിനെയാണ് ചെക്ക് ബേസിൻ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഇൻ ഹെവി സോയിൽസ് വിത്ത് ലോ ഇൻഫിൽട്രേഷൻ റേറ്റ് വെർ വാട്ടർ ഈസ് ടു സ്റ്റാൻഡ് ഫോർ എ ലോങ് പീരീഡ് ഫോർ ഇൻഫിൽട്രേറ്റിംഗ് ഇൻ ടു ദ സോയിൽ. ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം മണ്ണിലേക്ക് ഇങ്ങനെ കിനിഞ്ഞിറങ്ങിപ്പോകണം. അപ്പോൾ ഇൻഫിൽട്രേഷൻ റേറ്റ് കുറഞ്ഞ സോയിലുകളിൽ കുറേ അധികം നേരം വെള്ളം കെട്ടി നിന്നാൽ മാത്രമേ പതുക്കെ വെള്ളം ആ സോയിലിൻ്റെ ഉള്ളിലേക്ക് മണ്ണിൻ്റെ ഉള്ളിലേക്ക് ക്രോപ്പ് റൂട്ട് സോണിലേക്ക് പതുക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകണമെങ്കിൽ കുറച്ചധികം നേരം കെട്ടി നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ക്രോപ്പിന് ചുറ്റും ഒരു തടം പോലെ എടുത്തിട്ട് അതിൽ വെള്ളം നമ്മൾ കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത് ലോ റിഡ്ജസ് വെച്ചിട്ട്. ചെക്സ് മേ ബി റെക്റ്റാങ്കുലർ ഓർ കോണ്ടൂർ ഡിപ്പെൻഡിങ് ഓൺ ദ ടോപ്പോഗ്രഫി ബീയിങ് ലെവൽ ഓർ സ്ലോപ്പിംഗ്. അപ്പോൾ ലെവൽ ടോപ്പോഗ്രഫി ആണെങ്കിൽ റെക്റ്റാങ്കുലറായിട്ട് നമുക്ക് ചെക്ക് ബേസിൻസ് ഉണ്ടാക്കാം. സ്ലോപ്പിംഗ് ആണെങ്കിൽ കോണ്ടൂസിലും നമുക്ക് ചെക്ക് ബേസിൻസ് ഉണ്ടാക്കാം. ബേസിൻ ഇറിഗേഷൻ്റെ വേറെ മെത്തേഡുകളാണ്. ഇത് റെക്റ്റാങ്കുലർ ചെക്ക് ബേസിൻ ഇറിഗേഷൻ മെത്തേഡ്സാണ്. അതിൻ്റെ ചിത്രമാണ് കാണുന്നത്. ഇനി അടുത്തത് ഫറോ ഇറിഗേഷനാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണാം ഫറോസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ക്രോപ്സ് റിഡ്ജസ്മെന്ന് നിൽക്കണു. അതിൻ്റെ രണ്ട് റിഡ്ജിൻ്റെ ഇടയിൽ ഒരു ഫറോ. അങ്ങനെ ആ ഫറോസിൽ മുഴുവൻ നമ്മൾ വെള്ളം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അതിൽ നിന്ന് ആ ഫറോസിൽ നിന്നാണ് ഈ ക്രോപ്പ് വെള്ളം അബ്സോർബ് ചെയ്യുന്നത്. ഫറോസ് ആർ ഡെവലപ്ഡ് ബിറ്റ്വീൻ ക്രോപ്സ് ഇൻ ദ കൾട്ടിവേറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ക്രോപ്പുകൾ നട്ടിട്ടുള്ള ആ റോകളുടെ രണ്ട് റോയുടെ ഇടയിൽ ഒരു ഫറോ, ആ രീതിയിൽ നമ്മൾ ഫറോസ് ആദ്യം ഉണ്ടാക്കും. എന്നിട്ട് ആ ക്രോപ്പ് നട്ടതിന് ശേഷം ഈ ഫറോസിൽ കൂടെയാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്. സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ഫറോ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്രോപ്സ് ഗ്രോൺ, എക്യുപ്മെൻറ്റ് യൂസ്ഡ് ആൻഡ് സ്പേസിങ് ബിറ്റ്വീൻ ക്രോപ്സ്. അപ്പോൾ ഈ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് തരം ക്രോപ്പാണ്, അതുപോലെ തന്നെ ഏത് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫറോ ഉണ്ടാക്കുന്നത്, ക്രോപ്പുകളുടെ ഇടയ്ക്കുള്ള അകലം, ഈ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഫറോയുടെ സൈസും ഷേപ്പും നമ്മൾ നിശ്ചയിക്കുന്നത്. വാട്ടർ ഈസ് സപ്ലൈഡ് ബൈ റണ്ണിങ് സ്മോൾ സ്ട്രീം ബിറ്റ്വീൻ ക്രോപ്പ് റോസ്. അപ്പോൾ ക്രോപ്പ് റോസിൻ്റെ ഇടയിൽ കൂടെ ഈ ഫറോസിൽ കൂടെ വെള്ളം ഒഴുക്കി വിടണു. വാട്ടർ ഇൻഫിൽട്രേറ്റ്സ് ഇൻ ടു ദ സോയിൽ ആൻഡ് സ്പ്രെഡ്സ് ലാറ്ററലി ടു ഇറിഗേറ്റ് ദ ഏരിയ ബിറ്റ്വീൻ ഫറോസ്. അപ്പം ലാറ്ററലായിട്ടാണ് വെള്ളം സ്പ്രെഡ് ചെയ്ത് ചെന്നോളും. അപ്പോൾ ക്രോപ്സിനെല്ലാം അത് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ഫറോ ഇറിഗേഷൻ നടത്തുന്നത്.
ഇപ്പോൾ ഫെറോ ഇറിഗേഷൻ, ഇപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാം അല്ലേ. ക്രോപ്പ് റോസിൻ്റെ ഓരോ ഇതിൻ്റെ ഇടയിലായിട്ട് ഓരോ ഫറോ വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ ഫറോസിലേക്കാണ് നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുന്നത്, അല്ലാതെ നേരെ പ്ലാന്റിൻ്റെ ചോട്ടിലേക്കല്ല. എന്നിട്ട് ആ ഫറോസിൽ നിന്ന് ലാറ്ററലായിട്ട് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് ആ ക്രോപ്പ് റൂട്ട് സോണിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അടുത്തത് സബ് സർഫസ് ഇറിഗേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ സർഫസ് ഇറിഗേഷനിൽ കണ്ടത് സ്ട്രിപ്പ് ഇറിഗേഷനും ബേസിൻ ഇറിഗേഷൻ, ചെക്ക് ബേസിൻ ഇറിഗേഷൻ, അതുപോലെ തന്നെ ഫറോ ഇറിഗേഷൻ. ഈ 3 മെത്തേഡ്സിലാണ് സർഫസ് ഇറിഗേഷൻ നടത്തണമെന്ന് പറഞ്ഞു. അടുത്തത് സബ് സർഫസ് ഇറിഗേഷനാണ്. അപ്പോൾ എന്താണ് സബ് സർഫസ് ഇറിഗേഷൻ? വാട്ടർ ഈസ് അപ്ലൈഡ് ബിലോ ദ ഗ്രൗണ്ട് സർഫസ്. മറ്റേത് സർഫസിലായിരുന്നു, ഇത് ഗ്രൗണ്ട് സർഫസിന് താഴെയായിട്ട് ബൈ മെയിൻറ്റെയിനിങ് ആൻ ആർട്ടിഫിഷ്യൽ വാട്ടർ ടേബിൾ അറ്റ് സം ഡെപ്ത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോയിൽ ടെക്സ്ചർ ആൻഡ് ഡെപ്ത് ഓഫ് പ്ലാന്റ് റൂട്ട്സ്. അപ്പം നല്ല ആഴത്തിൽ വേര് പോണ പ്ലാന്റ്സിൻ്റെ സോയിൽ ടെക്സ്ചറും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ സബ് സർഫസിലായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് വാട്ടർ ടേബിൾ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ടർ റീച്ചസ് ദ പ്ലാന്റ് റൂട്ട്സ് ത്രൂ കാപ്പിലറി ആക്ഷൻ. അപ്പോൾ സബ് സർഫസിൽ നമ്മൾ ശേഖരിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഇറിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന വെള്ളം കാപ്പിലറി ആക്ഷനിലൂടെ മുകളിലോട്ട് കയറി പ്ലാന്റ് റൂട്ട്സിലേക്ക് എത്തുന്നു. വാട്ടർ മേ ബി സപ്ലൈഡ് ത്രൂ ഡീപ്പ് ട്രഞ്ചസ് or underground pipelines such as tile drain or mole drains. അപ്പോൾ ഒന്നുകിൽ ആഴത്തിലുള്ള ട്രഞ്ചുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ടൈൽസ് നമ്മൾ ഡ്രെയിനേജിനൊക്കെ ഉപയോഗിക്കുന്ന അത്തരം പൈപ്പ് ഡ്രെയിൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വെള്ളം അപ്പോൾ അതിൽ ഈ ഡ്രെയിൻസിൽ ഹോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൂടെ വെള്ളം ഇങ്ങോട്ട് പുറത്തേക്ക് വന്നോളും. അങ്ങനെ നമ്മൾ എന്താ പറയുക, അത് മണ്ണുകൊണ്ടുള്ള ഡ്രെയിൻസാണ് നമ്മൾ ഉപയോഗിക്കുക സബ് സർഫസിൽ വേണ്ടിയിട്ട്. ഡ്രെയിനേജിന് ഉപയോഗിക്കുന്ന അതേ മെത്തേഡിൽ തന്നെ നമ്മൾ വെള്ളം ഈ ട്രഞ്ചസിലൂടെ കടത്തി വിടുന്നു. ആ ട്രഞ്ചസിൽ നിന്ന് ഈ ക്രോപ്പ് റൂട്ട് സോണിലേക്ക് ഈ വാട്ടർ ടേബിൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ക്രോപ്പ് റൂട്ട് സോണിലേക്ക് അത് കാപ്പിലറി ആക്ഷൻ മൂലം വെള്ളം എത്തിക്കോളും. അതാണ് സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ട്രെഞ്ചസ് മേ ബി 30 cm to 100 cm ഡീപ്പ് ആൻഡ് 15 to 30 meter എപ്പാർട്ട്. അപ്പോൾ ഓരോ 2 ട്രെഞ്ചിൻ്റെ ഇടയിലുള്ള ദൂരം അകലം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് 15 meter തൊട്ടിട്ട് 30 meter വരെ ആവാം. അതുപോലെ തന്നെ ഓരോ ട്രെഞ്ചിൻ്റെ ആഴം 30 cm to 100 മീറ്റർ വരെ ആഴത്തിലുള്ള ട്രഞ്ചുകളാണ് ആദ്യം ഉണ്ടാക്കുന്നത്. സ്യൂട്ടബിൾ ഫോർ സോയിൽസ് വിത്ത് ലോ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ആൻഡ് ഹൈ ഇൻഫിൽട്രേഷൻ റേറ്റ്. അതായത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവ്, അതേസമയം ഇൻഫിൽട്രേഷൻ റേറ്റ് വളരെ കൂടുതലാണ്. പെട്ടെന്ന് ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന അത്തരം സോയിൽസിലാണ് നമ്മൾക്ക് ഈ സബ് സർഫസ് ഇറിഗേഷൻ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ബിലോ ദ ഗ്രൗണ്ട് സർഫസിലാണ് ആഴത്തിൽ ട്രഞ്ചുകൾ എടുത്തിട്ട് അതിലാണ് വാട്ടർ ടേബിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻഫിൽട്രേഷൻ റേറ്റ് മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന പെട്ടെന്ന് കിരിഞ്ഞു പോകുന്നു. ഇത് അടിയിൽ നിന്ന് കാപ്പിലറി ആക്ഷൻ മൂലം ക്രോപ്പ് റൂട്ട് സോണിലേക്ക് വെള്ളം എത്തിക്കോളും. യൂസ്ഡ് ഫോർ ഇറിഗേറ്റിംഗ് കോക്കനട്ട് പ്ലാന്റ്സ് ഇൻ ദ ഓർഗാനിക് സോയിൽസ് ഓഫ് കുട്ടനാട്. ഇപ്പോൾ കുട്ടനാട്ടിൽ കോക്കനട്ട് പ്ലാന്റ്സിനെ ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പക്ഷേ നമ്മൾ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നത് മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനാണ്. സ്പ്രിങ്ക്ലർ ആൻഡ് ഡ്രിപ്പ്. അതാണ് കുറച്ചും കൂടെ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ മെത്തേഡും ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡാണ് മോഡേൺ ഇറിഗേഷൻ മെത്തേഡ്സ്. വാട്ടർ ഈസ് സ്പ്രേഡ് ഇൻ ടു ദ എയർ ത്രൂ എ സ്പ്രിങ്ക്ലർ നോസിൽ and allowed to fall on the foliage and land surface in a uniform pattern at a rate less than the infiltration rate of the soil. അപ്പോൾ സ്പ്രിങ്ക്ലർ നോസിലുകളിൽ കൂടെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒരു റെയിൻ വരുന്നത് പോലെയാണ് പ്ലാന്റ് ഫോളിയേജുമേ ഇലപ്പടർപ്പുകളുമേ ആ വെള്ളം വന്ന് പതിക്കും. അതുപോലെ തന്നെ ലാൻഡ് സർഫസിലെത്തും. ഇങ്ങനെ ഇതിൽ കൂടെ നമുക്ക് ഫെർട്ടിലൈസറും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓപ്പറേറ്റിംഗ് മാത്രം മതി, അത് എല്ലാ ക്രോപ്പിൻ്റെ അടുത്തും എത്തിക്കോളും.
അപ്പോൾ അതാണ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ. കുറച്ച് കൂടെ ഇഫക്റ്റീവായിട്ടുള്ളതും എല്ലായിടത്തും എത്താൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്ന അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതാണ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ മെത്തേഡ്. അതുപോലെ തന്നെ വേറൊരു പുതിയ മെത്തേഡാണ് ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ്. ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡിൽ വാട്ടർ ഈസ് അപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് ടൈനി ഡ്രോപ്ലെറ്റ്സ് ടു ദ പ്ലാന്റ് റൂട്ട് സോൺ ത്രൂ എമിറ്റേഴ്സ്. എമിറ്റേഴ്സ് എന്ന് പറയുന്ന ചെറിയ വെള്ളം തുള്ളികളായിട്ട് ചെറിയ കണികകളായിട്ട് പ്ലാന്റ് റൂട്ട് സോണിലേക്ക് കൊടുക്കാനായിട്ടുള്ള എമിറ്റേഴ്സ് വഴിയാണ് വെള്ളം പൈപ്പ് ലൈനുകളിൽ കൂടെ മെയിൻ പൈപ്പ്സ്, സബ് പൈപ്പ്സ്, അങ്ങനെ ലാറ്ററൽ പൈപ്പ്സിൽ വന്നിട്ട് ഓരോ പ്ലാന്റിൻ്റെ ചോട്ടിലേക്ക് എത്തുന്ന വിധത്തിലുള്ള ഇതിൽ നമ്മൾ എമിറ്റേഴ്സ് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആവശ്യമുള്ള വെള്ളം മാത്രം, ചെറിയ അളവിൽ മാത്രം വെള്ളം കിട്ടുമ്പോൾ ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വെള്ളം മുഴുവൻ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ്സ്. അപ്പോൾ നമ്മുടെ മോഡേൺ മെത്തേഡ്സ് എന്ന് പറയുന്നത് സ്പ്രിങ്ക്ലർ ആൻഡ് ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡാണ്. മൈക്രോ ഇറിഗേഷൻ ടെക്നിക്സ് എന്നും ഇവ അറിയപ്പെടുന്നു. അതിനെക്കുറിച്ചിട്ട് നമുക്ക് അടുത്ത വോള്യത്തിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മളൊന്നും കൂടെ ഒരു സമ്മറി എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണുള്ളത്, നമ്മളിന്ന് പഠിച്ചത് ഇറിഗേഷൻ എന്താണെന്ന് പഠിച്ചു. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനിൽ വരുന്നത് സർഫസ് ഇറിഗേഷൻ, സബ് സർഫസ് ഇറിഗേഷൻ, പിന്നെ മൈക്രോ ഇറിഗേഷൻ ടെക്നിക്സ് ആയിട്ടുള്ള സ്പ്രിങ്ക്ലർ ആൻഡ് ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പോൾ സർഫസ് ഇറിഗേഷൻ മെത്തേഡ്സിലാണ് നമ്മുടെ സ്ട്രിപ്പ് ഇറിഗേഷൻ, ബോർഡർ ഓർ സ്ട്രിപ്പ് ഇറിഗേഷൻ വരുന്നുണ്ട്, ചെക്ക് ബേസിൻ ഇറിഗേഷൻ വരുന്നുണ്ട്, അതുപോലെ ഫറോ ഇറിഗേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. അതിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മൈക്രോ ഇറിഗേഷൻ ടെക്നിക്സ് ആണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നതും കൂടുതൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കുന്നതുമായിട്ട് അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ, അതായത് കുറഞ്ഞ വെള്ളം കൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡ്സാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.